ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഞാനും കുഞ്ഞാറ്റും കൂടെ പുറത്തിറങ്ങി. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴിയിൽ 3 പിള്ളേർ വന്ന് നിൽക്കാറുണ്ട്. അവരിങ്ങനെ നിന്നിട്ട് എനിക്ക് ടാറ്റ തരും. അപ്പോൾ ആ വഴിയിലാണ് അവരുടെ വീട്. അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം അവരിങ്ങനെ അവിടെ നിന്നിട്ട് ടാറ്റ തരാറുള്ളൂ ഗൈസ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കണ്ടപ്പോൾ അവരങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് പിടിച്ച് വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് സംസാരിച്ച് അവരങ്ങനെ പോയി. പിന്നെ നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് ഇതുവരെ ഹോം ടൂർ ഒന്നും ഇട്ടില്ല, റൂം ടൂർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹോം ടൂർ ഞാൻ ഇടാൻ ഈ അടുത്ത് എന്തായാലും ഇടും. പക്ഷേ റൂം ടൂറൊക്കെ വിശദമായിട്ടൊക്കെ കാണിക്കൽ കുറച്ചൊന്നും മിനുക്ക് പണികൾ നടത്താനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത്. ചോറാണ് രാവിലെ തന്നെ നമ്മൾ കഴിച്ചത്. പിന്നെ അറിയാലോ നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ കുഞ്ഞു കുട്ടികൾ കഴിക്കണം പോലെ തോന്നും. പക്ഷേ എന്താ ചെയ്യുക, എനിക്ക് ഈ പ്ലേറ്റാണ് ഇഷ്ടം. ഇതിനകത്ത് 3 കറികൾ ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ കറികളിട്ട് വയ്ക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പ്ലേറ്റിലാണ് കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് നേരം ഞാനും മമ്മിയും കൂടി ഇരുന്ന് പരദൂഷണം പറച്ചിലായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഞങ്ങളിങ്ങനെ പരദൂഷണം. ഞാനും മമ്മിയും ഒരേ വൈബായതുകൊണ്ട് ഞങ്ങൾ ഒരേ വൈബിലാണ് സംസാരിക്കുള്ളൂ. എൻ്റെ വൈബിന് നിൽക്കുന്ന ഒരാളാണ് ഗൈസ് എൻ്റെ മമ്മ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മമ്മിയോട് സംസാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ജിസ്മോൻ വന്നത്. ജിസ്മോൻ്റെ വീട് ഇപ്പോൾ ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ കോഴിക്കുള്ളിയിലാണ്. അപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ കുട്ടി അങ്ങനെ റൂമിൽ ചെന്നാൽ നമ്മൾ കണ്ണാടിയൊക്കെ തുടച്ചു. ഈ ചെറിയ അലമാരി എൻ്റെ അലമാരിയാണ് ഗൈസ്. പിന്നെ നമ്മുടെ റൂമിലൊരു ജാമ്പവാൻ്റെ കാലത്ത് ഒരു അലമാരി ഉണ്ട്. മമ്മയുടെ കല്യാണ സമയത്ത് കൊടുത്തതാണെന്നാണ് മമ്മ പറഞ്ഞത്. കല്യാണ സമയത്ത് കിട്ടിയ അലമാരിയാണ്. അപ്പോൾ അതുമ്പോൾ ഞങ്ങളൊരു മിനുക്ക് പണി ചെയ്യാൻ പോവാണ് ഗൈസ്. കാരണം അതൊക്കെ തുരുമ്പ് പിടിച്ചാകെ നാശമായ അലമാരി. അപ്പോൾ ഞങ്ങളിങ്ങനെ വോൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, വോൾ സ്റ്റിക്കർ വാങ്ങിച്ചു. അലമാരി മുട്ടിക്കണ വോൾ സ്റ്റിക്കർ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളത് ഒട്ടിക്കലായിരുന്നു. ഒരു ബ്ലാക്ക് കളറ് വാങ്ങിച്ച് അങ്ങനെ ഒട്ടിച്ചു. എൻ്റെ ആണെങ്കിൽ ഫേവറേറ്റ് കളറാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും മേക്ക് ഓവർ ചെയ്യാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറയുമ്പോഴും ഞാൻ മമ്മയുടെ അടുത്ത് ബ്ലാക്ക് കളർ വാങ്ങിക്കാനാണ് പറയുക. പക്ഷെ മമ്മി അങ്ങനെയല്ല, മമ്മിക്ക് കുറച്ച് കളർഫുള്ളൊക്കെ ആയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ അലമാരിക്ക് ബ്ലാക്ക് വാങ്ങിച്ചത്. കാരണം എൻ്റെ കുഞ്ഞ് അലമാരി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മറ്റേതും കൂടെ അങ്ങനെ ബ്ലാക്ക് വാങ്ങിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലാക്ക് വാങ്ങി അങ്ങനെ ഒട്ടിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിനുക്ക് പണികൾ ചെയ്ത് നല്ല മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇറക്കും, റൂം ടൂറൊക്കെ ഇറക്കും. പിന്നെ കുറേ കുട്ടികൾ പറഞ്ഞു നമ്മുടെ റൂം എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എസ്തെറ്റിക് ആക്കാൻ പറ്റുന്ന അത്ര പോലെ ഞാൻ ശ്രമിക്കാം എസ്തെറ്റിക് ആക്കാൻ. ഒന്നാമത് നമ്മുടെ സ്വന്തം വീടല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ചുമരുമൊന്നും വലിയ കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. പിന്നെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഞാൻ നല്ലപോലെ മേക്ക് ഓവർ ചെയ്തെടുത്താൽ. എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. റൂമിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തേനെ, പക്ഷേ പറ്റില്ല ഗൈസ്. അപ്പം നമുക്കിനിയൊരു സ്വന്തം വീടൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ റൂം നല്ല എസ്തെറ്റിക്കായിട്ടും നല്ല ഇതായിട്ടൊക്കെ ഒരുക്കാം. പിന്നെ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ്സാണ് ഇഷ്ടം. അത് വേറെ കാര്യം. നമ്മുടെ ഇത് അലമാരി ഒട്ടിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, കുറച്ചൊട്ടിച്ചുള്ളൂ. ഇനി വാങ്ങിക്കണം ഗൈസ്. ഇത് തികഞ്ഞില്ല. അപ്പോൾ ഇനി വാങ്ങിക്കണം. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഒട്ടിക്കണം. ഞാൻ വിചാരിക്കണം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഇനി ഇപ്പോൾ അത് ഉച്ചയായി. അപ്പോൾ കുളിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കട്ടെ. എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. അമ്മ മുട്ട പൊരിച്ചിട്ടുണ്ട് ഗൈസ്. അടുക്കളയിൽ നമുക്ക് മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മുട്ട പൊരിച്ച് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. വിശക്കണം എനിക്ക് ഫുഡ് കഴിക്കാൻ. ഇപ്പം 1 മണി ആയിട്ടാ. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ അടുത്ത്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ചാണ് ഞങ്ങൾ കടയുണ്ട് ഗൈസ്. പിന്നെ ഒരു കാര്യം, നമ്മൾ പോണ ഇവിടെ അടുത്ത് കടയുണ്ടാവും. അതൊരു നല്ലൊരു ഭാഗ്യം കേട്ടോ. അതുകൊണ്ട് പിന്നെ അധികം ദൂരമൊന്നും പോകണ്ട. ചെറിയ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം. ഇത് ഇറങ്ങി പോകണം. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് വരാം ഗൈസ്. ആമീനെയും ആ കുഞ്ഞാറ്റിനും കൊണ്ടാണ് ഞാൻ പോണത്. കുഞ്ഞിനെ അവിടെ ചെന്നിട്ട് ഷാമ്പൂ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ ഇതുവരെ പോയിട്ടില്ല കടയ്ക്ക്. കുഞ്ഞാറ്റി കടയ്ക്ക് പോയിരുന്നു. നമ്മൾ കടയിൽ പോയി. ഇതിന് ഷാമ്പു വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് കഴുകാനായിട്ടോ. അത് ഞാൻ പറഞ്ഞില്ല. കാറ് കഴുകാനാണ് ഷാമ്പു വാങ്ങിയത്. അപ്പോൾ അതേ നമ്മുടെ കാറ് ഇനി അത് കഴുകണം. അമ്മയ്ക്ക് കൊണ്ടുപോകണം. അപ്പം ഞാനിനി കുറച്ച് നേരം കാറ്റിസം പഠിക്കിട്ട് ഇരുന്നിട്ട് അപ്പോൾ ഞാൻ കാറ്റിസം പഠിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ
ഫുഡ് കഴിച്ച് ഞാൻ കുറച്ചു നേരം കിടന്നപ്പോ എണീറ്റ് കഴിച്ച്. ഇപ്പം 3 മണി ഒക്കെ ആയിട്ടാ, 3 മണിയൊക്കെ ആയിട്ടാ. അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. എൻ്റെ കഴുത്തിൽ ഒരു എന്താ പറയാ, എൻ്റെ കഴുത്ത് ഉളുക്കിയ ഒരു വീഡിയോ ആണ് ഗൈസ് ഞാൻ എടുത്തത്. അപ്പം കുക്കുവും ഞാനും കൂടിയാണ് ആ വീഡിയോ ഉള്ളത്. കുക്കു ഇവിടെ ഞാൻ മുടി കെട്ടി കൊടുത്ത് കുക്കുവിന് എൻ്റെ ഹെയർ സ്റ്റൈൽ കാണിച്ചത് ഞാൻ കുക്കുവിനെ കെട്ടി കൊടുത്തത്. അപ്പൊ നമ്മുടെ കുക്കു ദേ ഇവിടെ നിന്ന് കളിക്കാണ് ഗൈസ്. ഗൈസ് ഇങ്ങനെ ചീത്ത പറഞ്ഞല്ലോ നോക്കുള്ളൂ. 1 മണി കുഞ്ഞാറ്റ പ്രാന്തത്തിലുള്ളവൻ നോക്കണം. കുഞ്ഞാറ്റയ്ക്ക് ഞാൻ മുടി കെട്ടി തരാം. ഇരിക്ക് ഗൈസ്. അപ്പൊ നമ്മള് കുഞ്ഞാറ്റയ്ക്ക് മുടി കെട്ടി കൊടുക്കാൻ പോവാണ്. കണ്ടവള് പൊട്ട് നോക്കിയ ഞാൻ വരച്ചു കൊടുത്താണ് ഗൈസ്. കുഞ്ഞാറ്റനെ കാണുമ്പോഴേ മറ്റേ ലോക സിനിമയില് കല്യാണിയുടെ ചെറുപ്പം അഭിനയിച്ചൊരു കുട്ടിയുണ്ട്. അപ്പോ കല്യാണി പ്രിയദർശന്റെ അതിന്റെ ചെറുപ്പം അഭിനയിച്ച കുട്ടിയുണ്ട്, നീലിയുടെ ചെറുപ്പം. അപ്പൊ അതുപോലെ ഉണ്ട് ഗൈസ് ഇവളുടെ. ഇവിളിക്കില്ലേ അതിന്റെ കട്ട്. അപ്പൊ ഗൈസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് മുടി കെട്ടി കൊടുക്കാം. ഞാൻ ഇവിടെ വെച്ച വീഴൂ മുടി. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റിക്ക് മുടി വെട്ടാൻ വേണ്ടിയിരുന്നു. അവിടെ ഒരു അംഗം വെട്ടായിരുന്നു ഗൈസ്. ഇവൾക്കാണെങ്കിൽ മുടി ഇങ്ങനെ കുറേ നേരം പിടിച്ചിരിക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനൊരു ഭാഗം കെട്ടി വന്നപ്പോഴത്തേക്ക് അവൾക്ക് അത് മടുത്തു. അപ്പോഴേക്കും അവൾ അതൊക്കെ ഇട്ട് അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ കയറിപ്പോയി. അപ്പോൾ ഗൈസ് ഇവൾക്ക് ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തു. പക്ഷെ ഞാൻ കെട്ടാൻ ഉദ്ദേശിച്ചത് ശരിക്കും ഇങ്ങനെ നടുവാച്ചിലിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കെട്ടാനാണ്, മടഞ്ഞ്. പക്ഷെ എനിക്ക് ഇവളെ മുടി കിട്ടിയപ്പോൾ എനിക്ക് കെട്ടാൻ തോന്നിയത് മറ്റേ നീഗ്രോ കാറ് കെട്ടില്ല, ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ മടഞ്ഞിടും, പിന്നെ അടുത്ത ഭാഗം എടുത്ത് മടഞ്ഞിടും. അങ്ങനെ അതാണ് ഞാൻ കെട്ടി. അപ്പോൾ പക്ഷെ ഒരു ഭാഗം കെട്ടിയപ്പോഴത്തേക്ക് അവൾക്ക് അത് മടുത്തു. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി. അവളെ കുളിച്ചിട്ട് വന്നിരിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുകയാണ് ഗൈസ്. കുഞ്ഞാറ്റ കാറ്റിസം പഠിക്കുകയാണ്, ഞാൻ കാറ്റിസം പഠിക്കുകയാണ്. ഇവളെ ഞാൻ പഠിപ്പിച്ച് കൊടുത്ത് കുറച്ച് 4 പാഠം ഞാൻ പഠിപ്പിച്ചു ഗൈസ്. ഇവരുടെ ബുക്ക് 1 മിനിറ്റ് ഗൈസ്. ഇവരുടെ ഈ ബുക്ക് കാണുമ്പോൾ കരച്ചില് വരുന്നേ. അതൊക്കെ വെച്ചോക്കുമ്പോഴല്ലോ ഒരു ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര അധികം ഉണ്ട് ഗൈസ്. എന്തിനാണോ എനിക്കറിയില്ല പഠിക്കണോ. ഇതൊക്കെ ഞാൻ അങ്ങനെ പഠിച്ചെടുക്കും, എനിക്കറിയില്ല. എങ്ങനെയൊക്കെ പഠിച്ചെടുക്കണം നമുക്ക് പറ്റും. അപ്പൊ കുഞ്ഞാറ്റ ഇത് പഠിക്കാണ്, ഞാൻ കാറ്റിസം ഇത് പഠിക്കുന്നു. എന്റെ തൊട്ടിട്ടില്ല, ഞാൻ ഒരു അക്ഷരം പോലും വായിച്ചു. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റി കൊണ്ടിരുന്ന് കാറ്റിസം പഠിച്ചു. പിന്നെ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇന്ന് ഇടാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും.